അപ്പൊ നമ്മൾ എക്സാം എക്സ്പ്രസ് സീരീസിലെ RRBയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യെല്ലോ കളറുള്ള ഡൈ ഏതാണ്? ടാർട്രാസിൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? സിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള എലമെന്റ്സിനെ ഒന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് റിലീസ് ചെയ്യുന്നില്ല. പൊവിഡോൺ അയഡിൻ പ്രിപ്പറേഷനിൽ 5% അവൈലബിൾ ആണ്, 10% അവൈലബിൾ ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ്? ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. അപ്പൊ നമ്മൾ എക്സാം എക്സ്പ്രസ് സീരീസിലെ RRBയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിച്ചു പോകാനൊക്കെ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡൈ വിൽ ഗീവ് യെല്ലോ കളർ? ഈ തന്നേക്കുന്ന ഡൈസിൽ യെല്ലോ കളർ കാണിക്കുന്ന അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ള ഡൈ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ടാർട്രാസിൻ, ഓപ്ഷൻ ബി എറിത്രോസിൻ, ഓപ്ഷൻ സി അമരാന്ത്, ഓപ്ഷൻ ഡി ഇൻഡിഗോ കാർമിൻ. ഏതാണ് യെല്ലോ കളറിലുള്ള ഡൈ? ഏതാണ്? അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇൻഡിഗോ കാർമിന്റെ കളർ എങ്ങനെയാണ്? ഇൻഡിഗോ കാർമിൻ ഡൈ എന്ന് പറയുന്നത് ഏത് കളറിലാണ്? ഇൻഡിഗോ എന്താണ്? ഫ്ലൈറ്റ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാം അല്ലെ. ബ്ലൂ കളറിലാണ്, ബ്ലൂ കളറുള്ള ഒരു ഡൈ ആണ് ഇൻഡിഗോ കാർമിൻ. ഓക്കെ, അടുത്ത എന്താണ്? അമരാന്ത്. അമരാന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്ലാന്റ് പോലെയുള്ള ഒരു സാധനം ഉണ്ട് അല്ലെ. അമരാന്ത് നമ്മുടെ സ്പിനാച്ച് പോലെയൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്. അതിന്റെ കളർ ഏകദേശം ഒരു ഒരു റെഡ് കളറാണ്. സോ അമരാന്ത് ഡൈയുടെ കളർ ഒരു റെഡ് ആണ്. പിന്നെ വരുന്നത് എറിത്രോസിൻ ആണ്. എറിത്രോസിൻ ഡൈയുടെ കളർ പിങ്ക് ആണ്. പിന്നെ വരുന്നതാണ് ടാർട്രാസിൻ. സോ നമുക്ക് ഈ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ടാർട്രാസിൻ ഡൈ. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻഡിഗോ കാർമിൻ ഡൈയുടെ കളർ ബ്ലൂ ആണ്, അമരാന്തിന്റെ കളർ റെഡ് ആണ്, എറിത്രോസിൻ ഡൈയുടെ കളർ പിങ്ക് ആണ്, ആൻഡ് യെല്ലോ കളറുള്ള ഡൈ ഏതാണ്? ടാർട്രാസിൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി ഈ ടാർട്രാസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എന്താണ്? ഒരു സിന്തറ്റിക് ആസോ ഡൈ ആണ് കേട്ടോ. അതായത് നൈട്രജൻ കണ്ടെയ്നിങ് ഗ്രൂപ്പുകളൊക്കെയാണ് നമ്മൾ ആസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നൈട്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ ആസോ എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്യും. അപ്പോൾ അതായത് സൾഫർ കണ്ടെയ്നിങ് നമ്മൾ തയോ യൂസ് ചെയ്യുന്ന പോലെ നൈട്രജൻ കണ്ടെയ്നിങ് ആണെങ്കിൽ നമ്മൾ ആസോ എന്നുള്ള ടേം യൂസ് ചെയ്യാം. സോ ഇറ്റ് ഇസ് എ സിന്തറ്റിക് ആസോ ഡൈ ദാറ്റ് പ്രൊഡ്യൂസസ് എ യെല്ലോ കളർ. നമ്മൾ FD&C യെല്ലോ നമ്പർ 5 നമ്മൾ ഇതിനെ പറയും. മിക്കവാറും ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിലും കോസ്മെറ്റിക്സിലും ഫുഡ് പ്രോഡക്ട്സിലൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഇസ് പ്രിഫേർഡ് ഫോർ പാരന്ററൽ ഡ്രഗ് പാക്കേജിംഗ് ഡ്യൂ ടു കെമിക്കൽ ഇനേർട്ട്നെസ്? അതായത് കെമിക്കലി അത് റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് പാരന്ററൽ ഡ്രഗ് പ്രിപ്പറേഷൻസിന്റെ പാക്കേജിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഓപ്ഷൻ ബി പോളിവിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ സി പോളിയെത്തിലീൻ, ഓപ്ഷൻ ഡി അലുമിനിയം ഫോയിൽ. ഏതായിരിക്കും? കെമിക്കൽ ഇനേർട്ട്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് പാരന്ററൽ പ്രിപ്പറേഷൻസിന്റെ പാക്കേജിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജിംഗ് മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, പാക്കേജിംഗ് മെറ്റീരിയൽ അല്ല, ആ ഒരു മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിയെത്തിലീൻ ആൻഡ് അലുമിനിയം ഫോയിൽ. ഏതായിരിക്കും? ആൻസർ ഇസ് ഓപ്ഷൻ എ, ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് അതിന്റെ ആൻസർ കേട്ടോ. നമുക്കതിന്റെ റീസൺസ് നോക്കിയാലോ? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ഇൻജെക്റ്റബിൾ പ്രിപ്പറേഷൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള പാരന്ററൽ പ്രിപ്പറേഷൻസിന്റെ ഫോർമുലേഷൻസ് പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസിനോട് ഹൈലി റെസിസ്റ്റന്റ് ആണ്. അതാണ് നമ്മൾ കെമിക്കലി ഇനേർട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിനകത്തേക്ക് ഹാംഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള അയോൺസിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എലമെന്റ്സിനെയോ ഒന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് റിലീസ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? മൂന്നാമത്തത് റെസിസ്റ്റൻസ് ടു തെർമൽ ഷോക്ക്. അത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പാരന്റൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാറുണ്ട്. സോ ഇതെന്താണ്? അത്രയും ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയാൽ കൂടി എന്താണ്? ഇത് അതിനോട് റെസിസ്റ്റന്റ് ആണ്. അതാണ് റെസിസ്റ്റന്റ് ടു തെർമൽ ഷോക്ക് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? പ്രൊവൈഡ്സ് എക്സലന്റ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് മോയ്സ്ചർ ആൻഡ് ഗ്യാസസ് സ്യൂട്ടബിൾ ഫോർ ഓട്ടോക്ലേവിംഗ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. സോ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാരന്ററൽ പ്രിപ്പറേഷൻസിന്റെ പാക്കേജിംഗ് മെറ്റീരിയൽ ആയിട്ട് ആര് യൂസ് ചെയ്യുന്നത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസിനെ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ പറയാം. വിച്ച് മെറ്റീരിയൽ ഇസ് പ്രിഫേർഡ് ഫോർ
parenteral drug packaging due to chemical inertness. Option A borosilicate glass, option B polyvinyl chloride, option C polyethylene and option D aluminum foil. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ borosilicate glass. ക്ലിയർ ആയല്ലോ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് സൈസ്ഡ് ക്യാപ്സ്യൂൾ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 3, 4, 5, 0, 0, 0. ഇതിൽ ഏറ്റവും വലിയ സൈസ് ഉള്ള ഏറ്റവും വലിയ ക്യാപ്സ്യൂൾ സൈസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5 ആൻഡ് ഓപ്ഷൻ ഡി 0, 0, 0. ഇതിൽ ഏതാണ് വലിയ നമ്പർ ഉള്ളത്? നമുക്കറിയാം, നമ്പർ കൂടും തോറും അതിന്റെ സൈസ് ചെറുതാവുകയാണ് അല്ലെ. ക്യാപ്സ്യൂളിന്റെ സൈസ് ചാർട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അല്ലെ. അതായത് നമ്പർ കൂടുന്ന അനുസരിച്ചിട്ട് അതിന്റെ സൈസ് കുറയാണ് ചെയ്യുന്നത്. അതായത് 5 നമ്പർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറുത്, 4 അതിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും, 3 അതിലും വലുതായിരിക്കും, 2 അതിലും വലുതായിരിക്കും, 1 അതിലും വലുതായിരിക്കും, 0, 0, 0, 0, 0, 0 ആണ് ഏറ്റവും വലുത്. നമ്മൾ വെറ്റിനറി പർപ്പസിനൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ 000 സൈസിലുള്ള ക്യാപ്സ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് സൈസ്ഡ് ക്യാപ്സ്യൂൾ ഏതായിരിക്കും? ഓപ്ഷൻ ഡി 0, 0, 0. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷന്റെ ഒരു ആവശ്യമില്ല അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അത് മറക്കാതെ നോക്കിക്കോളാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, betadine contains option A 7.5% of available iodine in complex form, 10% of available iodine in complex form, option C 20% of available iodine in complex form, option D 2% of available iodine in complex form. നമുക്കറിയാം betadine povidone iodine പ്രിപ്പറേഷനിൽ 5% അവൈലബിൾ ആണ്, 10% അവൈലബിൾ ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ്? 10% ഉണ്ട്, ബാക്കി 3 അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 10% ഓഫ് അവൈലബിൾ iodine ആണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സസ്പെൻഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോക്കുലേഷൻ ഇൻ കൊളോയിഡൽ സസ്പെൻഷൻ റെഫേഴ്സ് ടു. ഫ്ലോക്കുലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ എന്താണ്? ഓപ്ഷൻ എ കംപ്ലീറ്റ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ. അത് കംപ്ലീറ്റ് ഡിസോൾവ് ആയി പോകണമെങ്കിൽ നമുക്ക് അതിനെ ഫ്ലോക്കുലേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ. ഓപ്ഷൻ ബി എന്താണ്? റിവേഴ്സിബിൾ അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് എന്താണ്? അഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ്? റിവേഴ്സിബിൾ ആണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓപ്ഷൻ സി യൂണിഫോം പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ അതിനെ ഫ്ലോക്കുലേഷൻ എന്നല്ല പറയുന്നത്. ഇറിവേഴ്സിബിൾ പാർട്ടിക്കിൾ കുവാലസൻസ് ഏതാണ്? അതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഫ്ലോക്യൂൾ ഫോർമേഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും എന്താണ്? അതിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. ഫ്ലോക്യൂൾ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് വരും അല്ലെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ റിവേഴ്സിബിൾ അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ഫ്ലോക്സ് നമ്മൾ പറയാ. ഓക്കെ, flocculation is the process in which suspended particles come together to form loose reversible aggregates called flocks. അതായത് സസ്പെൻഷൻ അത് നമുക്കറിയാം, പാർട്ടിക്കിൾസ് സോളിഡ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്തൊരു ലിക്വിഡിൽ അല്ലെ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസ് എല്ലാം ചെറിയ ചെറിയ എന്താ പറയാ, അതായത് ഭയങ്കര ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ല, ഭയങ്കര ലൂസ് ആയിട്ട് ചെറിയ ചെറിയ അഗ്രിഗേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെയാണ് ഫ്ലോക്സ് എന്ന് പറയാം. പ്രോസസ്സിനെയാണ് ഫ്ലോക്കുലേഷൻ നമ്മൾ പറയാം. ഇനി ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ പാർട്ടിക്കിൾസ് form weak aggregates due to reduced repulsive forces. The particle remain as separate entities and do not fuse together. Fuse ചെയ്ത പിന്നെ അത് coalescence ആയല്ലേ. അപ്പൊ അവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ക്ലോസർ, ഇറ്റ് കംസ് ഇൻ കോൺടാക്ട്. ഓക്കെ, the sediment formed is loose and easily redispersed by shaking. അത് എന്താണ്? നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ്? പെട്ടെന്ന് റീഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അതുപോലെ തന്നെ എന്താണ്? ഹാർഡ് കേക്ക് ഫോർമേഷൻ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം എന്താണ്? ഒരു ഐഡിയൽ സസ്പെൻഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്ലോക്കുലേഷൻ എന്താന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഫ്ലോക്കുലേഷൻ മീൻസ് ഇറ്റ് ഇസ് ദ റിവേഴ്സിബിൾ അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ക്ലിയർ ആയോ? ഓക്കെ, സോ നമ്മുടെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കി. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. എല്ലാം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത്രേ ഉള്ളൂ. നമ്മളിന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. RRBയിൽ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ. ടാർട്രസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ക്യാപ്സ്യൂളിന്റെ സൈസ് ഉണ്ടായിരുന്നു, ഫ്ലോക്കുലേഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ഫ്ലോക്കുലേഷൻ ഡിസ്കസ് ചെയ്തു നമ്മള്. ദെൻ ബെറ്റാഡിനിലെ അയഡിന്റെ ഒരു പെർസെൻറ്റേജ് അല്ലെ, അത് നമ്മൾ നോക്കി. യെസ്, ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. RRB എക്സാം വരാറായിട്ടുണ്ട്. ഡിസംബറോടുകൂടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.